നമ്മുടെ കുടലിൽ ഫംഗസിന്റെ വളർച്ച കൂടുതലായിട്ടുണ്ടെങ്കിൽ പല രീതിയിലുള്ള ലക്ഷണങ്ങളായിട്ട് ഇത് സൂചിപ്പിച്ചു തരും. ആദ്യത്തേതായിട്ടുള്ളതാണ് താരൻ. അത് നല്ല രീതിയിൽ പൊടിപൊടിയായും പൊറ്റ പോലെയായിട്ടും ഉണ്ടാവും. നമ്മുടെ നാവ് നോക്കുവാണെങ്കിൽ വൈറ്റ് കോട്ടഡ് ആയിട്ടുള്ള പാട കാണാനായിട്ടുണ്ടാവും. എപ്പോഴും ഒരു ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഗ്യാസിന്റെ പ്രശ്നം, വയറ് വീർത്ത് വരിക, മലബന്ധത്തിന്റെ പ്രശ്നം, പുളിച്ചു തികട്ടല്, കൂടുതലായിട്ട് വയറിളക്കത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക. അതുപോലെ ചിലർക്ക് വെയിറ്റ് കൂടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, ചിലർക്ക് വെയിറ്റ് കൂടിയാൽ അത് കുറയ്ക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടായിട്ടുണ്ടാവും. അതുപോലെ നമുക്ക് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ആസ്തമ പ്രശ്നം ഉണ്ടാവും, സൈനസൈറ്റിസിന്റെ പ്രശ്നം ഉണ്ടാവും, രാവിലെ എഴുന്നേറ്റ ഉടനെ ഉണ്ടാവുന്ന തുമ്മലും ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ടാവും. അതുപോലെ ഫംഗസിന്റെ ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോഴേ നമുക്ക് സ്കിൻ അലർജികൾ ഉണ്ടാവും. എക്സിമ പോലുള്ള കണ്ടീഷനും, സെബോറിക് ഡെർമറ്റൈറ്റിസ് പോലുള്ള കണ്ടീഷനും, സോറിയാസിസ് പോലുള്ള കണ്ടീഷൻസ് ഒക്കെ ആയിട്ട് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ളവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം, ഭക്ഷണത്തിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് മധുരം ഒഴിവാക്കുക.